മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അച്ഛനിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദേ മാതാവ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത്. അച്ഛൻ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് മാതാവിന് അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. പക്ഷെ ആൾക്കാർക്ക് അതിന്, ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല. പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ്റെ കൂടെ അമ്മ വന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഭയങ്കര കുളിര് കോരും ദൈവമേ. എൻ്റെ പേര് ബേബി, ഞാൻ പൊന്നാമളിയിൽ നിന്ന് വരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അച്ഛനിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദേ മാതാവ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത്. പിന്നെ രണ്ട് സൈഡിലോട്ട് നോക്കി. അപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ സ്തുതിപ്പും ഒക്കെ കഴിഞ്ഞിരുന്നു. അതിന് ഞാനിവിടെ അച്ഛനെന്നെ വിളിപ്പിച്ചപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ 96 ഓഗസ്റ്റ് മാസം തൊട്ട് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതാണ്. എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വന്ന് ഞാൻ അന്ന് തൊട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട എളിയ മകളാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. എത്ര വർഷമൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 46 വർഷമായി. അപ്പം ഞാൻ കല്യാണം കഴിയുമ്പോഴേ മദ്യപാനിയായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം മദ്യപിക്കുന്നവരെ പുള്ളി ഉപദേശിക്കും. അതുപോലെ പുകവലി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കത്തിച്ച് അത് തീരുമ്പോൾ അടുത്തതെടുക്കും. അങ്ങനെ ഭയങ്കര പുകവലിയായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിയപ്പം തൊടത്തില്ല. പിന്നെ എൻ്റെ മകൾക്ക് 34 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവളും ഇവിടുത്തെ ഒരു പ്രാർത്ഥന കൃപാസനത്തിൻ്റെ ഒരു പ്രേക്ഷിതയായിട്ടാണ് ഇവിടെ വന്ന്. അവൾ മരിയൻ തപസ്സിൽ കൂടിയിട്ടുണ്ട്. അച്ഛൻ അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 34 വയസ്സ് കഴിഞ്ഞപ്പം കല്യാണം നടന്ന്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കോവിഡ് വന്ന്, എല്ലാവർക്കും വന്ന്. അപ്പം ഭർത്താവിനങ്ങ് കൂടി 50% താഴെയായി ഓക്സിജൻ ലെവൽ. പക്ഷേ ഡോക്ടറിന് ഭയങ്കര അത്ഭുതം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടലും ഒന്നുമില്ല. അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അങ്ങേർക്ക് ഉപ്പ് കൊടുത്തോണ്ടേയിരിക്കുന്നതാണ്. ഉപ്പ് കൊടുത്തത് വേറെ ഒന്നിനുമല്ല, മാനസാന്തരപ്പെട്ട് എൻ്റെ ഭർത്താവ് ഒരു അക്രൈസ്തവനാണ്. അപ്പം മാനസാന്തരപ്പെട്ട് പക്ഷേ നല്ല വിശ്വാസിയാണ്. മാതാവിനോടും ഈശോയോടും ഒക്കെ നല്ല എന്നെ പറഞ്ഞൊക്കെ വീടും പോണില്ല എന്നൊക്കെ ചോദിച്ച് പാടുകയും പിന്നെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ പിന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തി യേശുവിൻ്റെ കൂദാശകൾ സ്വീകരിക്കാനായിട്ട് വരണേ എന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ഉപ്പ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ കോവിഡ് വന്നപ്പം മാതാവ് അങ്ങേരെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് അത്ഭുതം. ഡോക്ടർ ചോദിക്കുന്നു, ഈ ചേട്ടന് ശ്വാസം മുട്ടലൊന്നും ഇല്ലേന്ന് എപ്പോഴും ചോദിക്കും. അപ്പം എൻ്റെ മനസ്സിലിരുന്നുകൊണ്ട് മാതാവ് പറയും, നീ എന്നും ഉപ്പ് കൊടുക്കുകയില്ലായിരുന്നാ, അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. 11 ദിവസം ഞങ്ങളെല്ലാവരും 3 പേരും കടന്ന് വീട്ടിൽ പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പം ഇരിപ്പുകാരനായി പോയി. അത് പുള്ളി സ്വയം ഒരു ശ്രമം നടത്തുകയില്ല. അതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ്. അതൊക്കെ കണ്ടാണ് ഇരിപ്പായിപ്പോയത്. പിന്നെ ഇവിടെ പണ്ട് അച്ഛൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പൊന്നാമളിയിൽ നിന്ന് 11 പേര് വന്ന്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്നുമൊക്കെ നിങ്ങൾ ഓർക്കണം, ഇന്നിവിടെ കയറുമ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പറയും, എന്താണ് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ശരിയാണ്. പക്ഷെ അച്ഛൻ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് മാതാവിന് അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. പക്ഷെ ആൾക്കാർക്ക് അതിന്, ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല. പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ അവിടെ പോയി 75 ജപമാലയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൂടെ അമ്മ വന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കുളിര് കോരും ദൈവമേ. ആദ്യത്തെ പ്രാർത്ഥനയിൽ ഇവിടെ വന്നപ്പോൾ ഒരു ഷെഡ് ആണ് ഇങ്ങനെ ഷീറ്റ് വലിച്ച് കെട്ടി ആണ് ഞങ്ങൾ 11 പേര് വന്ന്. അച്ഛൻ അന്ന് 96 തൈക്കൽ പറഞ്ഞ അടുത്ത പ്രാർത്ഥന ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെ ഇവിടെ ഇതിൻ്റെ ഈ കയറിൻ്റെ ഇത് നടത്തുന്ന പെണ്ണുങ്ങളൊക്കെ ഞങ്ങളെ നോക്കി ചിരിച്ചോണ്ട് പോകുമായിരുന്നു. കേട്ടോ, ഇതുങ്ങൾക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ. അപ്പോൾ ഇന്ന് വെയിൽ വരുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് ആ ഷെഡിൽ നിന്ന് മാതാവ് തുടങ്ങിയ ആലയമാണിത്.
ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഇപ്പോൾ എനിക്കൊരവസരം കിട്ടി. ഞാനിപ്പോൾ ഓടി വന്നത് അച്ഛനൊന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാക്ഷ്യം, അപ്പം ഞാനും ഓർത്തി അമ്മയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ, അപ്പം സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ. അപ്പം അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ അത് തന്നെയല്ല, എനിക്ക് വേറൊരു ഇതുണ്ട്. ഞാൻ നിയോഗം വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യം മാതാവെ നീ ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണമെന്ന്. അത് ഒരുപാട് കാര്യങ്ങൾ, അത് പലരും എന്നെ വിളിച്ച് പറയും, ചേച്ചി കാര്യം സാധിച്ചു കേട്ടാ. ഒന്നെങ്കിൽ അസുഖമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ല പഠനത്തിൻ്റെ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവമേ, നമ്മൾ പാപിയാണെങ്കിലും എൻ്റെ ഈശോയെ അമ്മ പ്രാർത്ഥന കേട്ട് ഈശോയെടുക്ക കൊടുത്തല്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നും വേണ്ട, വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ട, ഇത് മാത്രം മതി. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇപ്പോഴും എന്നെ ഈ പ്രാർത്ഥനയിൽ നിലനിർത്തതിന് 1000 നന്ദി. അച്ഛന് ആയുസ്സും ആരോഗ്യവും ഇനിയും സമർത്ഥമായി നൽകട്ടെ എന്ന് അമ്മയോട് യാചിക്കുന്നു. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുകയാണ്. ബേബിയമ്മ പുന്നാമ്പള്ളിയിൽ നിന്നാണ് ഈ സഹോദരി വരണത്. നമുക്കറിയാം 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 പരിശുദ്ധ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ഇവിടെ ഇതേ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ അമ്മ പറഞ്ഞു കേട്ടോ സാക്ഷി, അതായത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു. അച്ഛനെല്ലായ്പ്പോഴും വേളാങ്കണ്ണിയിൽ പോയി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധാനത്തിൽ 75-80 ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വലിയൊരു സാക്ഷ്യമാണിത്. അവിശ്വസിക്കുന്നവർക്കുള്ള വലിയൊരു സാക്ഷ്യമാണിത്. നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം കെട്ടുറപ്പിക്കുന്ന അമ്മ മാതാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, എനിക്കിവിടെ വന്നു ഇതെല്ലാം സംഭവിച്ചു, പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് ദൈവമാതാവ് അനുഗ്രഹിച്ച് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനൊരു അനുഗ്രഹം കിട്ടി. അതായത് 46 വർഷമായിട്ട് വിവാഹം കഴിക്കുമ്പോഴേ ജീവിത പങ്കാളി മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യും. പക്ഷേ ആ നിമിഷം മുതലുള്ള മദ്യപാനം 46 വർഷമായിട്ടുള്ള മദ്യപാനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സഹോദരി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അമ്മയ്ക്ക് അനുഗ്രഹം കിട്ടേണ്ടതാണ്. പക്ഷേ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് അത്. അതായത് ആ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹം കൊടുക്കുന്നത്. 46 വർഷമായിട്ടുള്ള മദ്യപാനത്തെയും പുകവലി എടുത്ത് മാറ്റുന്നു. 34 വയസ്സ് വരെ മകൾക്ക് വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല. തടസ്സപ്പെട്ടിരുന്ന വിവാഹത്തെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് നൽകി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് മദ്യപാനം മാറുന്നതിന് വേണ്ടി പലപ്പോഴും ഇങ്ങനെ ഈ ഉപ്പൊക്കെ കൊടുക്കുമായിരുന്നു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി. അപ്പോഴും പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് ഓക്സിജൻ ലെവൽ വളരെ താഴ്ന്നു പോയിട്ട് പോലും ഒരു ചുമയോ ശ്വാസം തടസ്സമോ ഒന്നുമില്ലാതെ ഡോക്ടർ അതിനെ അതിശയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ എപ്പോഴും കൊടുക്കുന്നതിൻ്റെ കൃപ അമ്മ മാതാവ് കൊടുത്തതാണ്. വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വന്നിരിക്കുന്നവർക്ക് വിശ്വാസത്തിൽ അടിയുറക്കുവാൻ ഇപ്പോൾ നിങ്ങൾ അമ്മ മാതാവിനെ നോക്കണം. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയണം. അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന ആ നിമിഷത്തെ തിരിച്ചറിയണം. എന്നിട്ട് ത്രിയേക ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധമ്മയുടെ വലിയ കൃപയും കാരുണ്യം ഒന്നും ഉണ്ടാകട്ടെ. ഈ അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ